തിയേറ്ററിൽ പ്രേക്ഷകരെ തീർത്തും നിരാശരാക്കിയ മോശം തിരക്കഥ കൊണ്ടും അഭിനയം കൊണ്ടും ട്രോൾ മെറ്റീരിയലായ സിനിമയായിരുന്നു കങ്കുവ. എന്നാൽ ഇന്നലെ വന്നൊരു വാർത്ത സൂര്യ ആരാധകരെയും സിനിമാ പ്രേമികളെയും ഒരുപോലെ ഞെട്ടിച്ചു. 97ാമത് ഓസ്കാർ അവാർഡിനായുള്ള പ്രാഥമിക റൗണ്ടിലേക്ക് കങ്കുവ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതായിരുന്നു അത്. മികച്ച സിനിമയ്ക്കായുള്ള കാറ്റഗറിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 207 സിനിമകളിൽ ഒന്നായിട്ടാണ് കങ്കുവ ഓസ്കറിലേക്ക് മത്സരിക്കുന്നത്. മോശം പ്രതികരണം നേടിയിട്ടും ബോക്സ് ഓഫീസിൽ കൂപ്പുകുത്തിയിട്ടും കങ്കുവ എങ്ങനെ ഓസ്കർ പ്രാഥമിക റൗണ്ടിലെത്തി? കങ്കുവയ്ക്ക് ഓസ്കർ ലഭിക്കുമോ എന്ന് തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേൾക്കുന്നത്. ശരിക്കും എങ്ങനെയാണ് ഒരു സിനിമ ഓസ്കറിലേക്ക് എത്തുന്നത്? മികച്ച സിനിമകളുടെ പ്രാഥമിക പട്ടികയിൽ 7 ഇന്ത്യൻ സിനിമകളാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. കങ്കുവ, ആടുജീവിതം, സന്തോഷ്, സ്വതന്ത്ര വീർ സവർക്കർ, ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ്, ഗേൾസ് വിൽ ബി ഗേൾസ്, പുട്ടുൾ എന്നിവയാണ് ആ സിനിമകൾ. പലപ്പോഴും അക്കാഡമി അവാർഡിനായുള്ള സിനിമകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നോ മലയാളത്തിൽ നിന്നോ ഉള്ള സിനിമകൾ ആ ലോങ് ലിസ്റ്റിൽ വന്നാൽ ഓസ്കാർ അവാർഡിനായുള്ള പട്ടികയിൽ ഇന്ത്യൻ സിനിമ എന്ന മട്ടിൽ വാർത്തകൾ വരാറുണ്ട്. അപേക്ഷ കിട്ടിയെന്ന രീതിയിലുള്ള പട്ടിക എന്നല്ലാതെ അത് ഒരിക്കലും ഓസ്കറിനായുള്ള പ്രധാന കടമ്പയായ നോമിനേഷൻ ലിസ്റ്റ് അല്ല. കങ്കു എങ്ങനെയാണ് ഓസ്കറിന്റെ ഈ ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചത്? ചില എലിജിബിലിറ്റി ക്രൈറ്റീരിയകൾ പാലിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഇന്ത്യൻ സിനിമയ്ക്കും അത് സാധ്യമാകും. സിറ്റി ഓഫ് ന്യൂയോർക്ക്, ദി ബേ ഏരിയ, ഷിക്കാഗോ, ഡല്ലാസ് ഫോർട്ട് വോർത്ത്, അറ്റ്ലാന്റ തുടങ്ങിയ സ്ഥലങ്ങളിലെ ഏതെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ തിയേറ്ററിൽ ജനുവരി 1-നും ഡിസംബർ 31-നും ഇടയിൽ ഒരാഴ്ച ചിത്രം പ്രദർശിപ്പിച്ചിരിക്കണം. മാത്രമല്ല ഒരു ദിവസം 3 ഷോ ഉണ്ടായിരിക്കണമെന്നും നിർബന്ധമുണ്ട്. ഈ 3 ഷോകളിലെ ഒരു ഷോ വൈകിട്ട് 6-നും 10-നും ഇടയിലായിരിക്കണം. ഫീച്ചർ ഫിലിമുകൾക്ക് 40 മിനിറ്റിൽ കൂടുതൽ റൺ ടൈം ഉണ്ടായിരിക്കണമെന്നും നിർബന്ധമുണ്ട്. ഈ നിയമങ്ങളൊക്കെ പാലിക്കുന്ന സിനിമകൾക്ക് ഓസ്കർ പ്രാഥമിക പട്ടികയിലേക്ക് ഇടം നേടാനാകും. അങ്ങനെയാണ് കങ്കോ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചത്. എന്നാൽ ഓസ്കാറിലേക്ക് എത്താൻ ഇനിയും കടമ്പകൾ ഏറെയുണ്ട്. ഓസ്കറിന്റെ മാനദണ്ഡങ്ങളെ കൃത്യമായി പാലിച്ച സിനിമകളെയെല്ലാം ഉൾപ്പെടുത്തി ആദ്യം ഒരു പട്ടിക തയ്യാറാക്കും. അതിനെ റിമൈൻഡർ ലിസ്റ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിലാണ് ഇപ്പോൾ കങ്കുവയും ആടുജീവിതവും ഉള്ളത്. ഈ ലിസ്റ്റിൽ നിന്ന് 15 സിനിമകൾ വോട്ടിങ്ങിലൂടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. ഈ 15 സിനിമകളിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന 5 സിനിമകളാണ് ഓസ്കറിന്റെ നോമിനേഷൻ ലിസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. നോമിനേഷൻ ചെയ്യപ്പെട്ട 5 സിനിമകളിൽ നിന്ന് വോട്ടിംഗ് വഴിയാണ് വിജയികളെ തിരഞ്ഞെടുക്കുന്നത്. സംവിധായകർ, അഭിനേതാക്കൾ, എഴുത്തുകാർ തുടങ്ങി 10,000-ഓളം വരുന്ന ഇൻഡസ്ട്രി പ്രൊഫഷണൽസ് ആണ് വോട്ടിംഗ് ചെയ്യുന്നത്. അവരെ 17 കാറ്റഗറിയായി തരംതിരിച്ച് ഓരോ കാറ്റഗറിക്കും ഓരോ വോട്ടിംഗ് ക്രമീകരിക്കുന്നു. ഉദാഹരണത്തിന് മികച്ച നടനെ തിരഞ്ഞെടുക്കുന്നത് അഭിനേതാക്കളുടെ കാറ്റഗറിയിലുള്ള ആളുകളാകും. മികച്ച ഡയറക്ടറെ തിരഞ്ഞെടുക്കുന്നത് സംവിധായകരുടെ കാറ്റഗറിയിലുള്ളവരും. എന്നാൽ മികച്ച സിനിമയെ തിരഞ്ഞെടുക്കാനായി ഈ 17 കാറ്റഗറിയിലെ അംഗങ്ങൾക്കും വോട്ട് ചെയ്യാവുന്നതാണ്. ഇന്ത്യയിൽ നിന്ന് മദർ ഇന്ത്യ, സലാം ബോംബെ, ലഗാൻ തുടങ്ങിയ ചിത്രങ്ങൾ അവസാനഘട്ട നോമിനേഷനിലെത്തിയപ്പോൾ 2022 ചെല്ലോ ഷോ എന്ന ഗുജറാത്തി സിനിമ 2ാം ഘട്ടമായ ഷോർട്ട് ലിസ്റ്റിലേക്ക് എത്തിപ്പെടുകയും ചെയ്തിരുന്നു. അക്കാഡമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് നിയമാവലി പ്രകാരം പ്രദർശനം നടത്തുന്ന അപേക്ഷിക്കപ്പെട്ട സിനിമകൾക്ക് മാത്രമേ ഓസ്കാർ അവാർഡിനുള്ള നോമിനേഷന് പരിഗണിക്കപ്പെടൂ. ഷോർട്ട് ഫിലിം, ഡോക്യുമെന്ററി തുടങ്ങിയ വിഭാഗങ്ങൾക്ക് ഇത് ബാധകമല്ല. മികച്ച വിദേശ സിനിമകളെന്ന് അറിയപ്പെട്ടിരുന്ന പിന്നീട് മികച്ച ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം എന്ന് പേര് മാറ്റപ്പെട്ട വിഭാഗത്തെ നോമിനേറ്റ് ചെയ്യുന്നത് അതാത് രാജ്യങ്ങളാണ്. അതായത് ഇന്ത്യക്ക് അവരുടേതായ സിനിമകൾ നോമിനേറ്റ് ചെയ്യാം. അതുപോലെ മറ്റ് രാജ്യങ്ങൾക്കും ഓരോ സിനിമകൾ നോമിനേറ്റ് ചെയ്യാം. അവിടെ നിന്ന് വിദേശ ഭാഷാ ചിത്രത്തിനായുള്ള നോമിനേഷനിലേക്ക് എത്തണം. ഈ വർഷം മികച്ച ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം കാറ്റഗറിയിലേക്ക് കിരൺ റാവു സംവിധാനം ചെയ്ത ലാപ്പത്ത ലേഡീസിനെ ഇന്ത്യ നാമനിർദ്ദേശം ചെയ്തിരുന്നു. എന്നാൽ ഓസ്കർ ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് ചിത്രം പുറത്തായി. അവാർഡ് മുന്നിൽ കണ്ടുപോകുന്ന സിനിമയ്ക്ക് എപ്പോഴും കൃത്യമായൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. അക്കാഡമിയിലെ ആളുകളെ സിനിമ കാണിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും മുഖ്യമായ ഘട്ടം. ഒപ്പം പ്രേക്ഷകരെ ഈ സിനിമയിലേക്ക് എത്തിക്കുന്നതും പ്രധാന സ്റ്റെപ്പുകളിൽ ഒന്നാണ്. സിനിമയുടെ നിർമ്മാതാക്കൾ സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നത് സിനിമയ്ക്ക് കൂടുതൽ സ്വീകാര്യത നേടിക്കൊടുക്കും. 2023 RRR എന്ന രാജമൗലി സിനിമയ്ക്ക് ഓസ്കാറിലേക്കുള്ള വഴി എളുപ്പമാക്കിയത് സിനിമയ്ക്ക് പാശ്ചാത്യ നാടുകളിൽ കിട്ടിയ സ്വീകാര്യതയും നിർമ്മാതാക്കൾ സിനിമയെ അവിടെ പ്രൊമോട്ട് ചെയ്ത രീതിയുമായിരുന്നു. 2ാം റൗണ്ടിലേക്ക് സിനിമകളെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടിംഗ് 8-ാം തീയതി ആരംഭിക്കും. 12-ാം തീയതി വരെയാണ് വോട്ടിംഗ്. വോട്ടിംഗ് ശതമാനം ഉൾപ്പെടെ കണക്കാക്കിയ ശേഷമായിരിക്കും 2ാം റൗണ്ടിലേക്കുള്ള പ്രവേശനം. ഈ റൗണ്ടിൽ വിജയിച്ചാൽ മാത്രമേ കങ്കുവയ്ക്കും ആടുജീവിതത്തിനും ഓൾ വി ഇമാജിൻ അസ് ലൈറ്റിനും മികച്ച സിനിമയ്ക്കുള്ള നോമിനേഷൻ ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ.